ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഇന്നലത്തെ ഫുട്ബോളൊക്കെ കണ്ട് താമസിച്ചായിരിക്കും എഴുന്നേറ്റിട്ടുണ്ടാകുക അല്ലേ? ഞാൻ ഫുട്ബോളിൻ്റെ റിവ്യൂ ഒന്നും പറയാൻ വന്ന ഒരാളൊന്നുമല്ല. എനിക്കതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യവും ഇല്ല. എന്നാലും രണ്ട് ടീമുകൾ മത്സരിച്ചിട്ട് ഒരു ടീമാണ് വിജയിച്ചിട്ടുള്ളത് അല്ലേ? ഈ രണ്ട് ടീമിലുള്ള മെമ്പേഴ്സും ശരിക്കും ഇത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. മാനിഫെസ്റ്റേഷൻ രണ്ട് കൂട്ടരുടെ ഭാഗത്തു നിന്നും ശക്തമായിട്ട് വർഷങ്ങൾ നീണ്ട മാനിഫെസ്റ്റേഷൻ നടന്നിട്ടുണ്ടാകും. എന്നിട്ടും എന്തുകൊണ്ട് ഒരു ടീം മാത്രം വിജയിച്ചു എന്ന് ചോദിച്ചാൽ അവരുടെ ഹാർഡ് വർക്ക് മുന്നിട്ട് നിന്നു എന്നുള്ളതാണ്. അപ്പോൾ വെറും മാനിഫെസ്റ്റേഷൻ കൊണ്ട് മാത്രം ഒരിക്കലും നമ്മളുടെ കാര്യങ്ങളെല്ലാം നടക്കുകയില്ല. നമ്മൾ അതിനുള്ള ടീം വർക്ക്, അതിനുള്ള ഹാർഡ് വർക്ക്, അതിനുള്ള ടൈം, അതിനുള്ള സ്പേസ് കണ്ടെത്തുക, അതിനു വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒന്നിച്ച് ചേരുമ്പോഴാണ് ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ വെറുതെ മാനിഫെസ്റ്റ് ചെയ്താൽ നമുക്ക് അങ്ങനെ വിജയമൊന്നും കിട്ടത്തില്ല. എന്നാൽ വെറുതെ ഹാർഡ് വർക്ക് ചെയ്താലും നമുക്കങ്ങനെ വിജയം കിട്ടണമെന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് വരണം. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ മൈൻഡ് പവറും ശക്തമായിരിക്കണം, നമ്മുടെ വർക്കും ശക്തമായിരിക്കണം. അത് രണ്ടും ഒരുപോലെ വരുമ്പോഴാണ് ഒരു വിജയം സാക്ഷാത്കരിക്കപ്പെടുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചലഞ്ചിലേക്ക് കടക്കാം. നമ്മളുടെ അവസാന ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് വീക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സെൽഫ് ലവ് തന്നെയാണ്. നമ്മളെക്കുറിച്ച് നമ്മൾ സ്വയം തിരിച്ചറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ചലഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അഭിമാനിക്കുന്ന 25 കാര്യങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും നല്ല ഗുണങ്ങൾ. ഇപ്പം ഞാൻ എൻ്റെ ഏറ്റവും നല്ല ഗുണമായിട്ട് ഞാൻ കരുതുന്നത്, ഞാൻ ഭയങ്കര പങ്ക്ച്വലാണ്. ഒരാൾ ഒരു കറക്റ്റ് ടൈമിന് ഇവിടെ എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിൽ ഞാൻ അവിടെ ഉണ്ടായിരിക്കും. ഭയങ്കര പങ്ക്ച്വലാണ്, റെസ്പോൺസിബിളാണ്. ഏതൊരു കാര്യം ഏറ്റെടുത്താലും അത് 100% ഞാൻ റെസ്പോൺസിബിളായിട്ട് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് ക്വാളിറ്റീസ് എനിക്കുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ എഴുതേണ്ടത്. അപ്പോൾ ഈ 25 ഗുണങ്ങളിൽ 5 നല്ല സ്വഭാവങ്ങൾ എഴുതുക. നിങ്ങളുടെ 5 നല്ല ക്വാളിറ്റീസ് എഴുതുക. 5 അതിജീവിച്ച ബുദ്ധിമുട്ടുകൾ എഴുതുക. നിങ്ങൾ ലൈഫിൽ വിജയിച്ച 5 കാര്യങ്ങൾ, അതായത് നമ്മൾ വലിയ സ്ട്രഗിൾ എടുത്ത് വിജയിച്ച 5 കാര്യങ്ങൾ എഴുതുക. ഇപ്പം ഞാനാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, കൊറോണ കഴിയുന്ന ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് ഡൗൺ ആയിട്ട് നിന്നു. അതിൽ നിന്ന് ഞാൻ വിജയിച്ചു എന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് ഒരുപാട് വിജയങ്ങളുടെ കഥ പറയാനുണ്ട്. അപ്പോൾ ആ കഥകളാണ് നിങ്ങൾ അതിൽ എഴുതേണ്ടത്. നിങ്ങൾ അതിജീവിച്ച 5 ബുദ്ധിമുട്ട് നിറഞ്ഞ കാലഘട്ടം, അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതണം. പിന്നെ കഴിവുകളെക്കുറിച്ച് എഴുതണം. എന്തൊക്കെയാണ് നമ്മുടെ കഴിവുകൾ? പാട്ട് പാടാൻ കഴിവുണ്ടോ? നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ കഴിവുണ്ടോ? ഡ്രോയിങ്, പെയിൻറ്റിങ്, എന്താണ് നിങ്ങളെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഹോബീസ് എന്തൊക്കെയാണ്? അതൊക്കെയാണ് എഴുതേണ്ടത്. 5 കഴിവുകൾ എഴുതുക. ഈ 25 എണ്ണത്തിൻ്റെ അകത്താണ് 5 വെച്ച് നമ്മൾ അറിയുന്നത്. പിന്നെ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്ന നല്ല കാര്യങ്ങൾ. ചിലർ നമ്മളെക്കുറിച്ച് പറയുമല്ലോ, ഭയങ്കര ബോൾഡാണ്, ഭയങ്കര പവർഫുള്ളാണ്, ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്, ഹാർഡ് വർക്കറാണ്. അങ്ങനെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന 5 കാര്യങ്ങൾ എഴുതുക എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ ചെറിയ വിജയങ്ങളാണെങ്കിലും നേട്ടങ്ങളാണെങ്കിലും നമുക്ക് അഭിമാനം തരുന്ന 5 വിജയങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ലൈഫിൽ നേടിയ ചെറിയ വിജയങ്ങളായിക്കോട്ടെ, വലിയ വിജയങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നിങ്ങൾക്ക് 5 വിജയങ്ങൾ എഴുതാം. അങ്ങനെയാണ് 25 കാര്യങ്ങൾ 25 എണ്ണം നമ്മൾ എഴുതുക. അതുവഴി നമുക്ക് നമ്മളെക്കുറിച്ച് നമ്മൾ മറന്നുപോയ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മ പുതുക്കാൻ സാധിക്കും. ഞാൻ ഇത്രയും കഴിവുള്ള ആളായിരുന്നു, എനിക്ക് ഇത്രയും ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ 25 ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ചെറിയൊരു നമ്പറല്ല. ഇത്രയും വലിയ നമ്പേഴ്സ് നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ എഴുതാനുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ ആളല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കിതിലൂടെ ലഭിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടാസ്ക് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ 25 നല്ല ഗുണങ്ങൾ, കഴിവുകൾ, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നവർ, നിങ്ങൾ വിജയിച്ച, ചെറിയതാണെങ്കിൽ പോലും നിങ്ങൾ പോരാടി വിജയിച്ച 5 പ്രതിസന്ധികൾ, നിങ്ങളുടെ 5 വിജയങ്ങൾ,
നമുക്ക് എക്സാമിൽ വിജയിച്ചതാകാം, അല്ലെങ്കിൽ അങ്ങനെ പല പല നേട്ടങ്ങളുണ്ടല്ലോ. ലൈഫ് ത്രൂ ഔട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് ഒരുപാട് വിജയങ്ങളുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും നമ്മളുടെ മുന്നിലേക്ക് പെട്ടെന്ന് കയറി വരുന്നത് നമ്മുടെ പരാജയങ്ങൾ, നമ്മളുടെ ഫെയില്യൂവേഴ്സ്, നമ്മളുടെ ദോഷങ്ങൾ, നമ്മുടെ ക്വാളിറ്റി ഇല്ലായ്മകൾ, അതൊക്കെയാണ് നമുക്ക് എപ്പോഴും കൗണ്ട് ചെയ്യാൻ എളുപ്പമായിട്ട് വരുന്നത്. ഒരിക്കലും നമ്മുടെ ഗുണങ്ങളോ നമ്മളുടെ നേട്ടങ്ങളോ ഒന്നും നമ്മൾ കൗണ്ട് ചെയ്യാറില്ല. അത് കൗണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് വരുന്നത്, നമുക്ക് സെൽഫ് വർത്ത് വരുന്നത്, നമ്മളോട് ബഹുമാനം തോന്നുന്നത്, നമ്മൾ ചെറിയ ആളല്ല എന്നുള്ള ഒരു ബിലീഫ് നമുക്ക് വരുന്നത്. അപ്പം ഇതെല്ലാം വരുന്നതിന് ഇന്നത്തെ ടാസ്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇതെല്ലാവരും ഇന്ന് ചെയ്യുക. നാളെ അടുത്തൊരു ടാസ്ക്കായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.